ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവർക്ക് നല്ലൊരു ഇതുണ്ടാക്കണ്ട. ഈ കുട്ടികൾ എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ സംസ്ഥാനം വിട്ടുപോകുന്നത്, വേറെ സംസ്ഥാനങ്ങൾക്കും വേറെ രാജ്യങ്ങൾക്കും. പക്ഷെ അതും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കില്ല. നമ്മൾ മുണ്ടാണ്ട് റെമിറ്റൻസസ് ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഗൾഫ് ഭൂമി 50 വർഷമായിട്ട് ഗൾഫ് ഭൂമിന് നമുക്ക് നല്ല ലാഭമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളും പുതിയ തലമുറ ജനിച്ച് വളരുന്നുണ്ട്. അവരിപ്പോൾ മുമ്പ് മലയാളികൾ മാത്രമേ ചെയ്യാൻ തയ്യാറായിരുന്ന ജോലികൾ അവർ ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് എന്തുകൊണ്ട് കൊടുക്കില്ല? അവരവിടുത്തെ പൗരന്മാരാണ്, അവർ ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ സാധ്യതകൾ ചുരുങ്ങി വരാൻ പോവുകയാണ്. പണ്ട് കാലത്തെ പോലെ എല്ലാറ്റിനും വിദേശത്ത് പോകാനോ ഗൾഫിൽ പോയി ജോലി എടുത്തിട്ട് പണം നാട്ടിൽ കാഴ്ച കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഇവിടെ കേരളത്തിൽ സാധ്യതകൾ ഉണ്ടാക്കണം. അതാണ് നല്ലൊരു വിഷൻ അക്കാര്യത്തിൽ ശ്രീ ശശി തരൂരിനുണ്ട്. പിണറായി വിജയനെ പോലെ ചരിത്രപരമായ ആദ്യമായി തുടർഭരണം കിട്ടിയ ഒരു മുഖ്യമന്ത്രിയെ നേരിടാൻ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ ഒറ്റ പേരില്ലാതെ പോകുന്നത് ബുദ്ധിയാണോ? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേതാക്കളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി ആരായാലും ഒരു വ്യക്തിയെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ബുദ്ധിയാണ്. കാരണം ഈ കാലത്തിൽ ജനങ്ങൾക്കിപ്പോൾ അത്ര ഐഡിയോളജിയും കാര്യങ്ങളും അല്ല അത്രത്തോളം അവർ മനസ്സിലുള്ളത്. അവർക്ക് ആവശ്യമുള്ളത് ഇവർ ജയിച്ചാൽ ആരാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത്, ആരാണ് ഈ നാട്ടിൽ ഇരിക്കാൻ പോകുന്നത്, ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ കാണുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് സ്പഷ്ടമായി നിങ്ങൾക്ക് ഓർമ്മയില്ലോ. തമിഴ്നാട്ടിൽ ചിലപ്പോൾ ജയലളിതയുടെ പേരും അവരുടെ സിമ്പിൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ആരാണ് ലോക്കൽ സ്ഥാനാർത്ഥിയെന്ന് കൂടി അറിഞ്ഞില്ല. അതുപോലെ തന്നെ ബംഗാളിൽ ഇപ്പോൾ TMC ജയിക്കുന്നത് മമതാ ബാനർജിയുടെ പേരിലാണ്. ഏത് സ്ഥാനാർത്ഥി ആയാലും സ്ഥാനാർത്ഥി മാറ്റിയാൽ കൂടി മമതാ ബാനർജിയുടെ പേരിലാണ് വോട്ട് ആവശ്യപ്പെടുന്നത്. അത് അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ ഒരു രീതി അങ്ങനെ ആയി. അതിനെക്കുറിച്ച് കേരളത്തിൽ പഠിപ്പുണ്ട്, അറിവുണ്ട്, നമ്മൾ ഐഡിയോളജിയൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. നമുക്ക് പിന്നെ ഓരോരോ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാമെന്നൊക്കെ പറയാം. പക്ഷെ സത്യമാണ്, അവർക്കറിയാം CPM വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, BJP വന്നാൽ ആരാണെന്ന് അറിയാം, കോൺഗ്രസ് വന്നാൽ ആരാണെന്ന് അറിയുമോ? ഇതാണ് ചോദ്യം. താങ്കൾക്കൊരു പേര് പറയാനുണ്ടോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? ഇല്ല, ഞാൻ പറയില്ല. ഇല്ല, ആ കളിയിൽ ഞാൻ ഇറങ്ങുന്നില്ല. ഇത് കോൺഗ്രസ് നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു തീരുമാനം ഗുണം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു ചോദ്യത്തിന് 1-2 ചെറിയ ചോദ്യങ്ങൾക്കുള്ള അവസരം ഉണ്ടാവും. നേരിട്ടുള്ള ചെറിയ ചോദ്യങ്ങൾ പ്ലീസ്. എവിടെ മൈക്കുണ്ടോ? ഓക്കെ. ഗുഡ് ഈവനിങ് സർ, എൻ്റെ പേര് ശാലിനി എന്നാണ്. ഷാലി ചോദിച്ച ചോദ്യങ്ങൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. സർ പ്രത്യേകം ചോദിച്ചു ലിറ്ററേച്ചറുമായി യു റൈറ്റ് ആൻഡ് ദിസ് ഇസ് അബൌട്ട് ലിറ്ററേച്ചർ ആൻഡ് ജിയോ പൊളിറ്റിക്സ് ആൻഡ് ദിസ് ഇസ് ഇത് ഷാലി ചോദിച്ച ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊന്നുമല്ല, പക്ഷേ ചോദ്യം കുറച്ച് വലുതായിരിക്കും. സർ എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഓക്സ്ഫോർഡ് യൂണിയനിലെ സാറിൻ്റെ പ്രസംഗത്തിൽ, അതിൽ മാത്രമല്ല പല പ്രസംഗങ്ങളിലും സാർ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ സാർ പറഞ്ഞ ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ വാസ് ബ്രിട്ടൻസ് ബിഗ്ഗസ്റ്റ് ക്യാഷ് കൗ. Alright, so there is a narrative that's been taught to us for the past 78 years that നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനെ കുറിച്ച് ഒരു നറേറ്റീവ് ഇത്ര നാളും കഴിഞ്ഞ 78 years ആയിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഒരു പുസ്തകം ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ഹിഡൻ ലൈവ്സ് എന്ന് പറയുന്ന സൈമൺ ഗാർഫീൽഡിൻ്റെ പുസ്തകത്തിൽ. അതിൽ അവർ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1945 ഒരു മാസ് ഒബ്സർവേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും ബ്രിട്ടനിലെ ഒരു 200ഓളം ആളുകളുടെ, സാധാരണ ആളുകളുടെ ഇന്റർഫിയർ ചെയ്തോട്ടെ, സമയം നമുക്ക് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, കാരണം എന്ത് ചോദിക്കുക എല്ലാ പുസ്തകവും സാറ് വായിച്ചിട്ടുണ്ടാവും. ഇത് അങ്ങനത്തെ ചോദ്യമല്ല, ദിസ് ഇസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്, സോ ആ പുസ്തകത്തിൽ ഈ 200 പേരിൽ നിന്ന് 5 പേര് സാധാരണ ജീവിതത്തിലുള്ള പല സോഷ്യോ ഇക്കണോമിക് ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ 5 ഡയറി കുറിപ്പുകൾ ചേർത്ത് വെച്ചിട്ടാണ് ആ ഹിഡൻ ലൈഫ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം വരയ്ക്കുന്നത്. ആ പുസ്തകം വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ആഫ്റ്റർ വേൾഡ് വാർ, പോസ്റ്റ് വേൾഡ് വാർ, ബ്രിട്ടന്റെ ഒരു ഇക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇക്കോണമി ഹാസ് കൊളാപ്സ്ഡ്. ഓൾസോ ദ ആർമി ഹാസ് ഓൾസോ കൊളാപ്സ്ഡ്. സോ ഇന്ത്യ became the most expensive liability for the Britain is what's been written. പക്ഷേ നമുക്ക് ഓഫ് കോഴ്സ് യെസ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമ്മൾക്ക് ഇത്ര നാളും വെച്ചിരിക്കുന്ന ഒരു നറേറ്റീവ്, ഇപ്പോൾ ഈ ഹിസ്റ്ററി ഇപ്പോൾ പോലും NCERT സിലബസിലൊക്കെ ഇത്രയും പേര് കാത്തിരിക്കുകയാണ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. See, this is just a question. Okay. So ഇത്രയേ ഉള്ളൂ. In short,
നമ്മൾക്ക് വരച്ചിരിക്കുന്ന ഒരു നറേറ്റീവിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി കുറച്ചുകൂടി കൂടുതൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഈ നറേറ്റീവിൽ ഒരു തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റും. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ, if you are not with the Congress party as Mr. Shashi Tharoor, how do you answer this question? ശരി, നിങ്ങൾ പറഞ്ഞതിൽ സത്യം തന്നെയാണ്. കാരണം 1945 ബ്രിട്ടൻ ആ യുദ്ധം തോറ്റപ്പോൾ ഭയങ്കര പൊളിഞ്ഞു പോയ സ്ഥിതിയിലായിരുന്നു രാജ്യം. അതിൻ്റെ ഒപ്പം നമ്മുടെ രാജ്യത്തിൽ ഒരു സ്പഷ്ടമായ ഒരു എതിർപ്പുണ്ടായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയലിൻ്റെ എതിരെ. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയില്ല, നമ്മുടെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും മാസ് സബ്സേജും ഒക്കെ ഉണ്ടായിരുന്നത് മാത്രമല്ല, അതിനൊപ്പം റോയൽ ഇന്ത്യൻ നേവിയിലൊരു മ്യൂട്ടിനി ഉണ്ടായിരുന്നു. അവർ ചില കപ്പലിൻ്റെ തോക്കെടുത്തിട്ട് ബോംബെ പോർട്ടിലും കൂടി വെടിവെച്ചു. സർദാർ പട്ടേലൊക്കെ പോയി ഇടപെട്ടിട്ടാണ് ഇതിനെ നിർത്താൻ സാധിച്ചത്. അതിൻ്റെ അർത്ഥം ബ്രിട്ടന് അഥവാ ഇന്ത്യയെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ലക്ഷം സോൾജേഴ്സിനെ അയക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അവരത്രയൊന്നും നമ്മുടെ ഭാരതം മൊത്തമായി 1 ലക്ഷം സോൾജേഴ്സ് ഉണ്ടായിരുന്നു യുദ്ധസമയത്തും കൂടി. അപ്പോൾ അതിനുള്ള കാശ് ഈ പൊളിഞ്ഞുപോയ ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സത്യം തന്നെയാണ്. 1945-ലും 1946-ലും അവർ തീരുമാനം എടുക്കാൻ കാരണം നമ്മൾക്കിത് മുതലാവില്ല ഈ രാജ്യത്തെ പിടിച്ചുകൊണ്ടിരിക്കാൻ. പ്ലസ് മുമ്പിൽ അവർ നമ്മുടെ രാജ്യത്ത് ഡ്രെയിൻ ചെയ്ത റിസോഴ്സസ് ഒക്കെ അതിൻ്റെ ലാഭം അവർ എടുത്തു കഴിഞ്ഞിട്ടായിരുന്നു. കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പല ഫാക്ടറീസ് വന്നിട്ടായിരുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ റീഇൻവെൻഷൻ്റെ ഒരു കാലമായി 45 കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ബ്രിട്ടൻ ഒരു ക്ഷീണിച്ചു പോയ ബ്രിട്ടനായിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് തോന്നുന്നത്. അതെല്ലാം സത്യം തന്നെയാണ്, തെറ്റല്ല. ഒരു ക്ഷീണിച്ചു പോയ ബ്രിട്ടൻ നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം തരാൻ തയ്യാറാണ്. അപ്പൊ താങ്ക് യു ശ്രീ ശശി തരൂർ. കാരണം താങ്കളെ പോലെ ഒരാളെ കിട്ടിയാൽ ഇന്നൊരു ദിവസം മുഴുവൻ കിട്ടിയാലും ആളുകൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് നമുക്കിതോടെ അവസാനിപ്പിക്കാനൊന്നും നിവൃത്തിയില്ല. വളരെ നന്ദി. താങ്കളുടെ കാഴ്ചപ്പാടുകൾ, ഇപ്പോൾ ഉയർന്ന ഒരുപാട് സംശയങ്ങൾ എല്ലാത്തിനും ഇനിയൊരു ഗോസിപ്പിനിടയില്ലാത്ത വിധം മറുപടി നൽകിയതിൽ നന്ദി. താങ്ക് യു. മനോരമ ഗോസിപ്പിലാണോ അപ്പോൾ ഈ കാലത്ത്? എന്താണ് പുതിയൊരു പബ്ലിക്കേഷൻ ആരംഭിക്കുന്നത്? മനോരമ ഗോസിപ്പ് എന്ന് പറഞ്ഞിട്ട്